Hi friends, welcome to Commerce Bytes. I hope you people are all doing well. And നമ്മളുടെ ഈ ഒരു കൊമേഴ്സ് ബൈറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിൽ നമ്മളൊരു 12 പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓൾമോസ്റ്റ് ഒരു 150 അബവ് വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു 150 വീഡിയോസ് സെഗ്രിഗേറ്റ് ചെയ്ത് ഓരോ വീഡിയോസിൻ്റെ ഓരോ പ്ലേലിസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ ഈസി ആക്സസിന് വേണ്ടിയിട്ടാണ്. സോ ആരെങ്കിലും ഒരു ന്യൂ സബ്സ്ക്രൈബർ ആണെങ്കിൽ ദിസ് ഇസ് ഫോർ യു. ഓക്കെ, കാണാത്തവർക്ക് എന്തായാലും മസ്റ്റ് വാച്ച് വീഡിയോസ് ആണ്. കാരണം നമ്മളിങ്ങനെ കുറേ വീഡിയോസ് അല്ലറ ചില്ലറയായിട്ടുള്ള ഒരു വീഡിയോസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. എല്ലാം എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് മാത്രം ചിന്തിക്കുന്ന എല്ലാ വീഡിയോസാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതും 100% ഷ്യോർ ടോപ്പിക്സ് വെച്ചിട്ടുള്ള വീഡിയോസും നമ്മൾ കുറേ അധികം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. റൈറ്റ്, സോ ഡെയിലി ടോപ്പ് മിനി സീരീസിൽ ഓൾമോസ്റ്റ് ഒരു 95% ടോപ്പിക് സിലബസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് ഉണ്ട്, അല്ലാതെ റിസർച്ച് സീരീസ് ഉണ്ട്, ഹയർ എഡ്യൂക്കേഷൻ സീരീസ് ഉണ്ട്, ആൻഡ് എ ഗോൾഡൻ സീരീസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷൻസാണ് അതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഡു നോട്ട് സ്കിപ്പ് ഔട്ട് എനി വീഡിയോ. ഓക്കെ, നമ്മളുടെ വീഡിയോസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും കേരള സെറ്റ് കിട്ടട്ടെ എന്ന് നമ്മൾ വിഷ് ചെയ്യുന്നു. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ മൈ സ്റ്റുഡൻസ് who are sincerely and seriously preparing for their Kerala Set 2021. So without much delay, let's move to our session of today. We are having 7 questions. These 7 questions which have been picked from 2017 question paper part 2 of February series, right? So without much delay, let's move. Question number 1. Adolescents are often vulnerable to negative peer pressure due to. So അഡോളിസൻസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് അല്ലെങ്കിൽ അഡോളിസൻ്റ് ആയിട്ടുള്ള ചിൽഡ്രൻ അവർ വൾണറബിൾ ആണ് ടു ദ നെഗറ്റീവ് പിയർ പ്രഷർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആ 4 ഓപ്ഷൻസ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. ഓപ്ഷൻ എ, ചേഞ്ച് ഓഫ് മൂഡ് റാപ്പിഡ്ലി. ഓപ്ഷൻ ബി, അൺസ്റ്റേബിൾ സെൻസ് ഓഫ് സെൽഫ് ആൻഡ് try out new personal label. And option C, limited life experience and underdeveloped decision making skills. And option D, മൂഡ് ചേഞ്ചസ് സ്റ്റെം ഫ്രം ബയോളജിക്കൽ സോഴ്സ്. സോ നിങ്ങളിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഏകദേശം സിമിലർ ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. റൈറ്റ്, സോ അങ്ങനെ വരുന്ന ആ 2 ഓപ്ഷൻസും നമുക്ക് അപ്പോൾ തന്നെ എലിമിനേഷൻ മെത്തേഡിലൂടെ അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ നമ്മൾ എയും ഡിയും ക്യാൻസൽ ചെയ്തു. ഇനി നമുക്ക് കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നുന്നത് അൺസ്റ്റേബിൾ സെൻസ് ഓഫ് സെൽഫും അതുപോലെ തന്നെ ലിമിറ്റഡ് ലൈഫ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഈ ഒരു അഡോളിസൻറ്റ് സ്റ്റേജൊക്കെ കഴിഞ്ഞ് വന്നവരാണ് അല്ലേ. സോ നമ്മൾക്ക് തന്നെ അറിയാം, നമ്മൾ കുറേ കേട്ടിട്ടുണ്ടാവും, നമ്മളുടെ മുതിർന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, നിൻ്റെ ഈ ഒരു ഏജാണ്, നിങ്ങൾക്കിപ്പോൾ ഡിസിഷൻ എടുക്കാൻ അറിയില്ല, നിങ്ങൾക്ക് ആ ഒരു മെച്യൂരിറ്റി ലെവലായിട്ടില്ല അല്ലേ. നമ്മൾ കുറേ അധികം കേട്ടിട്ടുണ്ടാവും നമ്മളുടെ ആ ഒരു അഡോളിസൻറ്റ് പീരീഡിൽ. സോ ലിമിറ്റഡ് ലൈഫ് എക്സ്പീരിയൻസ് ആൻഡ് അണ്ടർ ഡെവലപ്ഡ് ഡിസിഷൻ മേക്കിംഗ് സ്കില്ലാണ് അഡോളിസൻസ് വൾണറബിൾ ആവാനുള്ള ചാൻസസ് ഉണ്ടാക്കുന്നതിൻ്റെ റീസൺ. അണ്ടർസ്റ്റുഡ്? സോ അഡോളിസൻ്റെ ക്വസ്റ്റ്യൻ കണ്ടു കഴിയുമ്പോൾ തന്നെ അവിടെ നിങ്ങൾ ഓപ്ഷൻസിൽ ചെക്കൗട്ട് ചെയ്യുക. ലിമിറ്റഡ് ലൈഫ് എക്സ്പീരിയൻസും അല്ലെങ്കിൽ ഇറ്റ് ഈസ് അണ്ടർ ഡെവലപ്ഡ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽ എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ടോ എന്ന് ചെക്കൗട്ട് ചെയ്യുക. ആൻഡ് ഇഫ് ദ പോയിൻ്റ് ഇസ് ദെയർ ദെൻ ഗോ വിത്ത് ദ ആൻസർ. ഓക്കെ, ആൻഡ് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ എലിമിനേഷൻ മെത്തേഡ് നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ്. അണ്ടർസ്റ്റുഡ്? സോ വിതൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Okay, which of the following is not correct? Options are: option A, values are dynamic. Option B, values are inculcated. And option C, values are to be professed. And option D, values do not change. So here നമ്മളുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്? വാല്യൂസിൻ്റെ ടോപ്പിക്കാണ്. ഞാൻ നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ കേരള സെറ്റ് എക്സാമിനേഴ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടൊരു പോർഷനാണ് വാല്യൂസ്. വാല്യൂസിനെ പറ്റി എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തോളൂ. അത് ഏത് സെക്ഷനിൽ നിന്നാണെന്ന് പോലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഐ ക്യാൻ ഷ്യൂർ യു വൺ തിങ്, അതായത് നമ്മളുടെ വാല്യൂസ് ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇതാണ് അതിൻ്റെ പെർട്ടിക്കുലർ ആൻസർ എന്ന് നമുക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസേ അവർ ചോദിക്കുകയുള്ളൂ. ദാറ്റ് ഐ ക്യാൻ അഷ്വർ യു. ഓക്കെ, സോ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡി, വാല്യൂസ് നോട്ട് ചേഞ്ച് എന്നുള്ളതാണ്.
ഇപ്പോൾ ഓപ്ഷൻ എ ബി സി അതിൽ പറയുന്ന വാല്യൂസ് ആർ ഡൈനാമിക്, വാല്യൂസ് ആർ ഇൻകൾക്കേറ്റഡ് ആൻഡ് വാല്യൂസ് ആർ ടു ബി പ്രൊഫസ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എയിൽ പറയുന്ന ഡൈനാമിക് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ടാണ് വാല്യൂസ് ആർ ഡൈനാമിക് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഓപ്ഷൻ ബിയിൽ പറയുന്നു വാല്യൂസ് ആർ ഇൻകൾക്കേറ്റഡ് എന്ന്. ഇൻകൾക്കേറ്റഡിൻ്റെ മീനിങ് എന്താ? പഠിപ്പിക്കുക എന്നുള്ള അർത്ഥം. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വാല്യൂസ് എങ്ങനെ വേണം നമ്മൾ പഠിപ്പിക്കാൻ എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരാൾക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് പഠിപ്പിക്കേണ്ടതല്ല വാല്യൂസ്, അത് എക്സ്പീരിയൻസ് ആണ് ചെയ്യേണ്ടത്. നമ്മളുടെ സ്റ്റുഡൻസിന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഒരു ഓൾഡ് ഏജ് വിസിറ്റ് എന്നുള്ള ആ ഒരു ടൈപ്പ് ഓഫ് വേ, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് വാല്യൂസ് വിച്ച് ആർ ടു ബി ഇൻകൾക്കേറ്റഡ്. ഓക്കെ, ആൻഡ് ഓപ്ഷൻ സിയിൽ പറയുന്നു വാല്യൂസ് ആർ ടു ബി പ്രൊഫസ്ഡ്. പ്രൊഫസ്ഡിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺലി ഡിക്ലെയർഡ് ടു ബി. അത് നമ്മൾ അഡ്മിറ്റ് ചെയ്യാണ് വാല്യൂസ് എന്നുള്ളത്. ആൻഡ് വാല്യൂസ് ഡു നോട്ട് ചേഞ്ച് എന്നുള്ളതാണ് ഓപ്ഷൻ ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്, വിച്ച് ഇസ് നോട്ട് ദ കറക്റ്റ് ആൻസർ എന്നുള്ളത്. Okay, going to question number 3. First national policy on education in India was established in year. Options are option A 1992, option B 1986, option C 1962 and option D that is 1968. എൻ്റെ എല്ലാ സ്റ്റുഡൻസും ഇപ്പോൾ തന്നെ ആൻസർ ലോക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ ഒരു 100 പ്രാവശ്യമായി പറയുന്നത് അല്ലേ. ഓപ്ഷൻ ഡി 1968 വിൽ ബി ദ കറക്റ്റ് ആൻസർ. ഫസ്റ്റ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ ആണ് 1968. ആ ഒരു ഓപ്ഷൻസിൽ തന്നെയുണ്ട് സെക്കൻഡ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ. അതിൻ്റെ ഡേറ്റ് വരുന്നത് 1986 ആണ്. ഓക്കെ, ആൻഡ് നമ്മളുടെ റീസെൻ്റ് ആയിട്ടുള്ള നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ ഏത് ഇയറിലാണ്? 2020. അത് ഇനോഗ്രേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ലോഞ്ച് ചെയ്തത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാസ് ഹയർ എഡ്യൂക്കേഷൻ സീരീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ മസ്റ്റായിട്ട് കണ്ടിരിക്കണം. കാരണം ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ഷ്യൂറാണ്. ഞാനത് 2 പാർട്സ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം എല്ലാ പോയിൻറ്റ്സും എനിക്ക് ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ തന്നെ പാർട്ട് 2 ചെയ്തത്. ഓക്കെ, സോ എന്തായാലും മസ്റ്റായിട്ട് കണ്ടിരിക്കണം. So let's move to the next question. Question number 4. What was the name of organization formed in year 1925 to promote university activities by sharing information and cooperation in the field of education, culture, sports and allied areas? Options are option A University Grants Commission, option B Inter-University Board, option C Association of Indian University and option D that is സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ. ഈ 4 ടേംസും എൻ്റെ സ്റ്റുഡൻസ് കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇനി നമ്മളിപ്പോൾ ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെല്ലാം ഹയർ എഡ്യൂക്കേഷൻ്റെയാണ്. ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് വിച്ച് വാസ് സെറ്റപ്പ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ അക്കോർഡൻസ് വിത്ത് UGC Act 1956 under Ministry of Education, which was charged with coordination, determination and maintenance of standard of higher education. ഇത്ര മാത്രം നിങ്ങൾ ഓർത്താൽ മതി. UGC എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഫുൾ ഫോം ഓർക്കുക, യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ. അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അത് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ. നോട്ട് ഡൗൺ ചെയ്യാത്ത സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലെക്ചർ നോട്ടിൽ മസ്റ്റായിട്ട് നോട്ട് ഡൗൺ ചെയ്യണം. കാരണം ഞാൻ ഇപ്പോഴും പറയുന്നതാണ്, എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസും എൻ്റെ ചാനലിന് വേണ്ടിയിട്ട് ഒരു ബുക്കും പെന്നും മാറ്റി വയ്ക്കണം. ഓക്കെ, കാരണം ഞാൻ കുറേ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഇൻ ബിറ്റ്വീൻ ഞാൻ ലെക്ചർ പോലെ പറയും. അപ്പോൾ നിങ്ങൾ എന്തായാലും നോട്ട് ഡൗൺ ചെയ്യണം. കാരണം നിങ്ങൾക്ക് റിവ്യൂ ചെയ്യുന്ന ടൈമിൽ അത് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, സോ യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അത് ഇൻ ദ അക്കോർഡൻസ് വിത്ത് UGC Act 1956 ആണ്. ആൻഡ് പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻസ് ആണ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ആണ്. കോർഡിനേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ആൻഡ് ഇറ്റ് പ്രൊവൈഡ് recognition to universities in India and disperse funds to such recognized universities and college. ഈ ഒരു ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കോർഡിനേഷൻ, പിന്നെ ഫണ്ടിങ് ഫെസിലിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്യും. അതും ടു റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റീസിന് അവർ ഫണ്ട് പ്രൊവൈഡ് ചെയ്യും. അതായത് മെയിൻ്റനൻസ് ഓഫ് ദ സ്റ്റാൻഡേർഡ് അങ്ങനെയുള്ള കുറച്ച് കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് അവർ ഫണ്ട് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ഈ ഒരു UGC
അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ്. ഓക്കെ, ഹയർ എഡ്യൂക്കേഷൻ സെക്ടറാണ് UGC ഫോക്കസ് ചെയ്യുന്നത്. സോ UGC യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷനെ പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നൗ ലെറ്റ്സ് ചെക്ക് ഔട്ട് വാട്ട് ഈസ് മെൻറ്റ് ബൈ IUB, അതായത് ഇൻ്റർ യൂണിവേഴ്സിറ്റി ബോർഡ്. ആൻഡ് നമ്മളുടെ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റിൻ്റെ ആൻസറും ഇൻ്റർ യൂണിവേഴ്സിറ്റി ബോർഡാണ്. നിങ്ങളോട് ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഈ ഹയർ എഡ്യൂക്കേഷൻ സെക്ഷൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഇതിൻ്റെ ആ ഒരു ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ തന്നെ നിങ്ങൾ നോക്കുമ്പോൾ വാട്ട് വാസ് ദ നെയിം ഓഫ് ഓർഗനൈസേഷൻ ഫോംഡ് ഇൻ ദ ഇയർ 1925. അപ്പോൾ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ്റെ ആ ഒരു പെർട്ടിക്കുലർ ടേം ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതിൻ്റെ ഇൻ്റർ യൂണിവേഴ്സിറ്റി ബോർഡിൻ്റെ ഇയർ നമുക്ക് അവിടെ മനസ്സിലായിട്ടുണ്ട്, 1925 എന്നുള്ളത്. ആൻഡ് അതിൻ്റെ ഫങ്ഷൻ എന്താ പറയുന്നത്? ടു പ്രൊമോട്ട് യൂണിവേഴ്സിറ്റി ആക്ടിവിറ്റീസ് ബൈ ഷെയറിങ് ഇൻഫർമേഷൻ ആൻഡ് കോപ്പറേഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ. സോ നിങ്ങൾ തന്നെ നിങ്ങളുടെ കോമൺ സെൻസ് കൊണ്ട് ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഇവിടെ കോപ്പറേഷൻ, ഷെയറിങ് ഇൻഫർമേഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ, കൾച്ചർ, അങ്ങനെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളുടെ കോളേജ് ടൈമിൽ അല്ലെങ്കിൽ സ്കൂൾ ടൈമിൽ തന്നെ വിചാരിക്കൂ, ഇൻ്റർ സ്കൂൾ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഇൻ്റർ കോളേജ് ഫെസ്റ്റിനൊക്കെ പോയിട്ടുണ്ടാവില്ലേ? സോ അതിൽ എങ്ങനെയാണ് അവരുടെ ആ ഒരു ഹെഡിങ്? ഇൻ്റർ കോളേജ് ഫെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർ സ്കൂൾ ഫെസ്റ്റ്. അപ്പോൾ അവിടെ കുറേ അധികം പാർട്ടിസിപ്പൻസ് ഉണ്ടാവും. നമ്മളുടേതായ കൾച്ചേഴ്സ്, എഡ്യൂക്കേഷൻ, സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോഗ്രാംസും നമ്മളവിടെ പ്രസൻറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ പ്രൈസ് മേടിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോരും, റൈറ്റ്? സോ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇൻ്റർ യൂണിവേഴ്സിറ്റി ബോർഡ്. അങ്ങനെ ജസ്റ്റ് കണക്ട് ചെയ്ത് പഠിക്കണം. ആർ യു ഗെറ്റിംഗ് മൈ പോയിൻറ്റ്? സോ ഷെയറിങ് ഇൻഫർമേഷൻ, കോപ്പറേഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ, കൾച്ചർ, സ്പോർട്സ് ആൻഡ് അലൈഡ് ഏരിയാസ്. കണ്ടോ, ഷെയറിങ് ഇൻഫർമേഷനാണ്. ഷെയറിങ് ഇൻഫർമേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻ്റർ യൂണിവേഴ്സിറ്റി ബോർഡിൽ. അണ്ടർസ്റ്റുഡ്? നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു, റൈറ്റ്? ആൻഡ് ഇനി നമുക്ക് ഓപ്ഷൻ സി, ദാറ്റ് ഇസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് എന്താണെന്നുള്ളത് നോക്കാം. ഇറ്റ് ഈസ് എ ഓർഗനൈസേഷൻ ആൻഡ് അസോസിയേഷൻ ഓഫ് മേജർ യൂണിവേഴ്സിറ്റീസ് ഇൻ ഇന്ത്യ. ഇറ്റ് ഈസ് ബേസ്ഡ് ഇൻ ഡൽഹി ആൻഡ് ഇറ്റ് ഇവാലുവേറ്റ്സ് കോഴ്സ്, സിലബസ്, സ്റ്റാൻഡേർഡ് ആൻഡ് ക്രെഡിറ്റ്സ് ഓഫ് ദ ഫോറിൻ യൂണിവേഴ്സിറ്റീസ് pursuits abroad and equates them in relation to various courses offered by Indian University. സോ ഇവിടെ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അസോസിയേഷനാണ്. അപ്പോൾ ഈ ഒരു അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ അസോസിയേഷൻ അല്ലെങ്കിൽ അങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വേർഡ് നമ്മളുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടേനെ. പക്ഷേ അസോസിയേഷൻ റിലേറ്റ് ചെയ്ത ഒരു വേർഡ് നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടില്ലല്ലോ. ആൻഡ് നമ്മൾ എന്താണ് കണ്ടത്? ബൈ ഷെയറിങ് ഇൻഫർമേഷൻ ആൻഡ് കോപ്പറേഷൻ എന്താണ് കണ്ടത്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഇൻ്റർ യൂണിവേഴ്സിറ്റി ബോർഡാണ് അതിൻ്റെ പെർട്ടിക്കുലർ ആൻസർ എന്ന്. സോ അസോസിയേഷൻ എന്ന് പറഞ്ഞ ടേം കണ്ടിരുന്നെങ്കിൽ അവിടെ ആൻസർ വരുന്നത് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി എന്നാണ്. അപ്പോൾ ഇത് പറയുന്നത് ഈ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു അസോസിയേഷൻ ഓഫ് മേജർ യൂണിവേഴ്സിറ്റീസ് ഇൻ ഇന്ത്യയിൽ തന്നെ മേജർ യൂണിവേഴ്സിറ്റീസിൻ്റെ ഒരു അസോസിയേഷനാണ്. ആൻഡ് അത് ബേസ് ചെയ്തിരിക്കുന്നത് ഡൽഹിയിലാണ്. അവർ ഇവാലുവേറ്റ് ചെയ്യുന്നത് കോഴ്സസ്, സിലബസ്, സ്റ്റാൻഡേർഡ്, ക്രെഡിറ്റ്സ് ഓഫ് ഫോറിൻ യൂണിവേഴ്സിറ്റീസ് പെർസ്യൂഡ് അബ്രോഡിൽ ചെയ്യുന്ന കുറച്ച് ഫോറിൻ യൂണിവേഴ്സിറ്റീസിനെയാണ് അവർ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. ആൻഡ് ഇക്വേറ്റ്സ് ദം ഇൻ റിലേഷൻ ടു വേരിയസ് കോഴ്സസ് ഓഫേർഡ് ബൈ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ്. അവർ രണ്ടുപേരുടെയും ആ ഒരു ഗ്രേഡ് അവർ ഇവാലുവേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിൻ്റെ മെയിനായിട്ടുള്ള ഫോക്കസ്. ആൻഡ് ഇനി നമുക്ക് ഓപ്ഷൻ ഡി, ദാറ്റ് ഇസ് സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ. ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യനിൽ നോക്കിക്കോ, അവിടെ ഓപ്ഷനിൽ ഒരു ടേം ഉണ്ടാവും, ദാറ്റ് ഇസ് അഡ്വൈസ്. ഓക്കെ, അഡ്വൈസ് അല്ലെങ്കിൽ ഒരു അഡ്വൈസറി ബോഡിയാണ് എന്നുള്ള ടൈപ്പുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. സോ സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അത് ഓൾഡസ്റ്റ് ആയിട്ടും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഒരു അഡ്വൈസറി ബോഡിയാണ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ എഡ്യൂക്കേഷൻ. വാസ് ഫസ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇയർ 1920 and dissolved in 1923 as a measure of economy, and then it has been revived in 1935. So സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു അഡ്വൈസറി ബോഡിയാണ്, ഓൾഡസ്റ്റ് ആണ്, അതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഡ്വൈസറി ബോഡിയാണ്.
ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓൾ ക്രിസ്റ്റൽ ക്ലിയർ ഫോർ യു, റൈറ്റ്? 4 ഓപ്ഷനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം എന്നെ ഫോളോ ചെയ്യുന്ന കുറച്ച് ന്യൂ സ്റ്റുഡൻസ് ഉണ്ട്. സോ അവർക്ക് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇൻ ഡീറ്റെയിൽ ആയിട്ട് 4 ഓപ്ഷനെ പറ്റിയും ഒന്ന് പറഞ്ഞു തന്നത്. ബാലൻസ് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ സീരീസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം നല്ല രീതിയിൽ തന്നെ മനസ്സിലാവും. കാരണം അത്ര ക്രിസ്പ് ആൻഡ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസും ക്രിയേറ്റ് ചെയ്യുന്നത്. Okay, so now let's check out what is the next question. Question number 5. New variant of earlier national literacy mission is known as. Options are option A, Akshar Bharat, option B, India Literacy Project, option C, Sakshar Bharat, D, Department of School Education and Literacy. നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ന്യൂ വേരിയൻറ്റ് ഓഫ് ഏർലിയർ നാഷണൽ ലിറ്ററസി മിഷൻ. ഏർലിയർ അതെന്ന് വിളിച്ചുകൊണ്ടിരുന്നത് നാഷണൽ ലിറ്ററസി മിഷനാണ്. അതിൻ്റെ ന്യൂ വേരിയൻ്റ് ആയിട്ട് പറയുന്നതിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഹിയർ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ സി, സാക്ഷർ ഭാരത്. ഇതെന്താണെന്നുള്ളത് നമുക്കൊരു 2-3 സെൻറ്റൻസിലൊന്ന് പറഞ്ഞു പോകാം. സർക്കാർ ലോഞ്ച് ചെയ്ത ഇയർ 2009 ആണ്. ആൻഡ് സെക്ടർ എഡ്യൂക്കേഷൻ സെക്ടറാണ്, വിച്ച് വാസ് ലോഞ്ച്ഡ് ബൈ പ്രൈം മിനിസ്റ്റർ Manmohan Singh, and the ministry will be Ministry of Education. Okay, and National Education Mission, സമഗ്ര ശിക്ഷ അഭിയാൻ എന്ന് കേട്ടിട്ടില്ലേ? നാഷണൽ എഡ്യൂക്കേഷൻ മിഷൻ്റെ പേരാണ് സമഗ്ര ശിക്ഷ അഭിയാൻ, വിച്ച് വാസ് ലോഞ്ച്ഡ് ഇൻ ദ ഇയർ 2018. ഇത് നിങ്ങൾ മസ്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. നാഷണൽ എഡ്യൂക്കേഷൻ മിഷൻ്റെ മറ്റൊരു പേരാണ് സമഗ്ര ശിക്ഷ അഭിയാൻ. അത് ലോഞ്ച് ചെയ്ത ഇയർ 2018 ആട്ടോ. ആൻഡ് ഈ ഒരു മിഷൻ കംപ്രൈസ് ചെയ്യുന്നത് 4 സ്കീമിലാണ്. സാക്ഷർ ഭാരത്, സർവശിക്ഷ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ ആൻഡ് സെൻട്രലി സ്പോൺസർഡ് സ്കീം ഓൺ എഡ്യൂക്കേഷൻ, ടീച്ചർ എഡ്യൂക്കേഷൻ. ഈ ലാസ്റ്റ് പറഞ്ഞ സ്കീം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. സാക്ഷർ ഭാരത്, സർവശിക്ഷ അഭിയാൻ ആൻഡ് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ എന്ന് പറയുന്ന ഈ 3 സ്കീമുകളാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. സാക്ഷർ ഭാരത് നമ്മുടെ സ്റ്റുഡൻറ്റ് ഫേവറേറ്റ് സീരീസിലുണ്ട്, മസ്റ്റായിട്ട് കാണണം. കാരണം നമ്മളുടെ വൺ ഓഫ് ആ സ്റ്റുഡൻറ്റ് ചോദിച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. സാക്ഷർ ഭാരതിനെ പറ്റി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിൻറ്റ്സും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ മൈ സ്റ്റുഡൻസ് മസ്റ്റ് വാച്ച് ദാറ്റ് വീഡിയോ. സാക്ഷർ ഭാരത് ആൻഡ് സർവശിക്ഷ അഭിയാനെ പറ്റിയൊക്കെ ഞാൻ ഹയർ എഡ്യൂക്കേഷൻ സീരീസിൽ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ, അത് നമ്മളുടെ ഒരു ഹയർ എഡ്യൂക്കേഷൻ സെക്ടറില്ലേ, ആ ഒരു സെക്ടറിൽ വരുന്നതാണ് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ. ഇൻ മിഡിലിൽ വരുന്ന എഡ്യൂക്കേഷൻ. ഓക്കെ, സർവശിക്ഷ അഭിയാൻ ഹോൾ ത്രൂ ഔട്ട് ദ കമ്പൽസറി എഡ്യൂക്കേഷൻ കൊണ്ടാണ് സർവശിക്ഷ അഭിയാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഐ ഹോപ്പ് ദിസ് സെഷൻ ഇസ് ഓൾ ക്ലിയർ ടു യു. ആൻഡ് സർവശിക്ഷ അഭിയാൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇനീഷ്യേറ്റീവ് ലോഞ്ച്ഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ് ടു ക്രിയേറ്റ് ലിറ്ററസി സൊസൈറ്റി ത്രൂ ഔട്ട് എ വെറൈറ്റി ഓഫ് ടീച്ചിങ് ലേണിംഗ് പ്രോഗ്രാം. ആൻഡ് ഇറ്റ് ഈസ് ഫോർ നോൺ ലിറ്ററേറ്റ് ആൻഡ് ന്യൂ ലിറ്ററേറ്റ്സ് ഓഫ് 15 years ആൻഡ് അബോവ്. ഇതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് അടിച്ച് എൻ്റെ ബാക്കിയുള്ള സ്റ്റുഡൻസിനെ ബോറടിപ്പിക്കുന്നില്ല. സ്റ്റുഡൻസ് ഫേവറേറ്റ് സീരീസിൽ ഞാൻ ഈ ഒരു ടോപ്പിക്ക് നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, കാണാത്തവർ മസ്റ്റായിട്ട് കണ്ടിരിക്കണം. സർവശിക്ഷ അഭിയാൻ നമ്മുടെ സിലബസിലുള്ള ഒരു മെയിൻ ടോപ്പിക്കാണ്. ഓക്കെ, so now let's move to next question. Individual differences within a class are best handled by. Options are option A, coaching slow children after school, option B, giving right students free reading time, and option C, peer tutoring, and option D, organizing groups for specific purpose. So ഇവിടെ പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഞാൻ പറയുന്നുണ്ട്, എപ്പോഴും പറയാറുണ്ട്, എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസും ഡിഫറെൻ്റ് ആണ്, യുണീക്കാണ് എന്നുള്ളത്. സോ ഈച്ച് ആൻഡ് എവറി സ്റ്റുഡൻറ്റ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ക്ലാസ്സിൽ നമ്മൾ ആ ഒരു ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലേ? അത് ബെസ്റ്റായിട്ട് നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യണം. ഇത് ഞാൻ വെർച്വൽ ക്ലാസ് റൂമിൻ്റെ കാര്യമല്ല ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഒരു യൂട്യൂബ് ക്ലാസ് റൂം അല്ല ഉദ്ദേശിക്കുന്നത്, പകരം റിയൽ ആയിട്ടൊരു ക്ലാസ് റൂമിൻ്റെ സിറ്റുവേഷൻ ആട്ടോ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻസിൽ പറഞ്ഞിട്ടുള്ളത് സ്ലോ ചിൽഡ്രനെ നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ റെമഡിയൽ കോച്ചിങ് ഒക്കെ കൊടുക്കുന്നില്ലേ, അതുപോലെയാണ് ഓപ്ഷൻ എയിൽ പറയുന്നത്. ആൻഡ് ഓപ്ഷൻ ബിയിൽ പറയുന്നത് ഗിവിങ് റൈറ്റ് സ്റ്റുഡൻസ് ഫ്രീ ടൈം.
ഫോർ റീഡിങ് എന്നാണ്. ബ്രൈറ്റ് സ്റ്റുഡൻസ് അവർക്ക് പഠിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മൾ ഫ്രീ ടൈം കൊടുക്കുക എന്നുള്ളത്. അതുമല്ല. ആൻഡ് ഓപ്ഷൻ സിയിൽ പറയുന്നത് പിയർ ട്യൂട്ടറിങ് ആണ്. പിയർ ട്യൂട്ടറിങ് എന്ന് പറയുന്നത് പരസ്പരം പഠിപ്പിച്ചു കൊടുക്കുക. ഇപ്പോൾ ഒരു ബെഞ്ചിൽ 2 പേര് ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരാൾ മറ്റേ ആളെ പഠിപ്പിച്ചു കൊടുക്കുക, വീക്കറായിട്ടുള്ള ആളെ പഠിപ്പിച്ചു കൊടുക്കുക. ഓക്കെ, അതാണ് പിയർ ട്യൂട്ടറിങ്. ആൻഡ് ഓപ്ഷൻ ഡി, ദാറ്റ് വിൽ ബി ദ കറക്റ്റ് ആൻസർ, ഓർഗനൈസിങ് ഗ്രൂപ്പ്സ് ഫോർ സ്പെസിഫിക് പർപ്പസ്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആസ് എ ടീച്ചർ, ആസ് മൈ ഫ്യൂച്ചർ ടീച്ചേഴ്സ്, നിങ്ങൾ ഇതുപോലെ വേണം ചെയ്യാനായിട്ട്. അതായത് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ടാവും, ദാറ്റ് വി ഷുഡ് അഡ്മിറ്റ് ഫസ്റ്റ്. ആൻഡ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മളുടെ തന്നെ ടീച്ചേഴ്സ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാറില്ലേ പ്രൊജക്റ്റ് വർക്ക് എന്ന് പറഞ്ഞിട്ട്. ഒരു ഗ്രൂപ്പ് ഓഫ് 5 or 6 എന്ന കാറ്റഗറിയിൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്യും. ഓക്കെ, ഗ്രൂപ്പ് ചെയ്തിട്ട് അപ്പോൾ അതിൽ ബ്രൈറ്റ് സ്റ്റുഡൻസ് ഉണ്ടാവും, വീക്കർ സ്റ്റുഡൻസ് ഉണ്ടാവും. സോ എല്ലാവർക്കും അവരുടേതായ കുറച്ച് ടാസ്ക് അസൈൻ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി പൊങ്ങി വരാൻ ട്രൈ ചെയ്യും, വീക്കർ സ്റ്റുഡൻസ്. ഓക്കെ, ആൻഡ് ബ്രൈറ്റ് സ്റ്റുഡൻസിന് അവരെ ഹെൽപ്പ് ചെയ്യാനും പറ്റും. സോ ഓർഗനൈസിങ് ഗ്രൂപ്പ്സ് ഫോർ സ്പെസിഫിക് പർപ്പസ് എന്നുള്ള ആ ഒരു രീതിയാണ് ഏറ്റവും ബെസ്റ്റ് ഹാൻഡിൽഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. Okay, so with this note, we are concluding right now. Let's see in the next video. Till then, work hard and study well. That's it. Thank you.